കേരളം കാത്തിരുന്ന വിധിയാണ് വന്നിരിക്കുന്നത്. ഒരുപോലെ ഈ 6 പ്രതികൾക്കും 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കും ഒരേ ശിക്ഷ 20 വർഷം തടവാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? ഒരേ ശിക്ഷ നല്ല കാര്യം തന്നെയാണ്. കാരണം എല്ലാവരും ഇതിനകത്ത് പങ്കാളിയാണ്. പക്ഷെ 20 വർഷം എന്റെ പേഴ്സണലായിട്ട് നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കുറവായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിൽ പൾസർ സുനി 8 വർഷത്തോളം കിടന്നു. അപ്പൊ ഇനി ബാക്കി 12 വർഷം കഴിയുമ്പോൾ പുള്ളിപ്പുറത്ത് 12 വർഷം എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ഇതാ എന്ന് പറയുമ്പോൾ പോകും. അതിൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്ന അവരുടെയൊക്കെ പ്രായം 40 വയസ്സ് ഒരു ചെറുപ്രായമാണെന്നുള്ളൊരു രീതിയിലാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോ അത് വല്ലാത്ത അതിജീവിത അതിനേക്കാൾ പ്രായം കുറവല്ലേ. അപ്പൊ എന്ത് ചെയ്യാനായിട്ട് നമുക്ക് വിധിയെ മാനിച്ചല്ലേ പറ്റുള്ളൂ. എന്തായാലും ഇത് മേൽക്കോടതിയിലോട്ട് പോകും. പോട്ടെ, നമുക്ക് അതുവരെ കാത്തിരിക്കാനേ നിർവാഹമുള്ളൂ. ഈ പ്രോസിക്യൂഷൻ പറഞ്ഞത് വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ല എന്നുള്ളത് മാത്രമല്ല, പരമാവധി ശിക്ഷ നൽകിയില്ല, ശരിയാണ്. പക്ഷേ ഏറ്റവും കുറഞ്ഞ ശിക്ഷയായി പോയി നൽകിയത് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഈ പറയുന്നത് ഇവർക്ക് മേൽക്കോടതി പോകാമല്ലോ. മേൽക്കോടതി പോകാം. മേൽക്കോടതി പോകുമ്പോഴത്തേക്കുമുള്ള വിധി എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാനല്ലേ പറ്റുള്ളൂ. ഇതെല്ലാം തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലേ ജഡ്ജ്മെന്റ് വരുന്നത്. ആ ജഡ്ജിക്ക് കിട്ടിയ തെളിവുകൾ ഇതിനനുസരിച്ച് ശിക്ഷിക്കാനുള്ള വകുപ്പുകൾ ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിക്കാം. നമ്മളാരും ഇതൊന്നും കണ്ടിട്ട് ഇനി പുറത്തു വരികയുള്ളൂ. ഇനി എന്തൊക്കെയാണെന്നുള്ളത് ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. അതിൽ എന്തൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രോസിക്യൂഷന് പാളിച്ച പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ പറയുന്നത് തെറ്റാണെന്നൊക്കെ ഇനി നമുക്ക് വിധിപ്പകർപ്പ് വരട്ടെ. എന്തായാലും 20 വർഷം എന്ന് പറയുന്നത് എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരു വലിയ ശിക്ഷയായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇതൊരു എന്താ പറയണ കേട്ടുകേൾവിയില്ലാത്തൊരു കേസിലല്ലേ. അപ്പോൾ എന്തായാലും പിന്നെ കോടതി തന്നെ പറയുന്നുണ്ട്, ജനവികാരം മാനിച്ചിട്ട് ഒരിക്കലും ഒരു കാര്യത്തിനും ശിക്ഷ വിധിക്കാനും പറ്റില്ല. അതും ഒരു ന്യായമാണ്. ബാക്കി നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും ഇത് മേൽക്കോടതി പോകും. കൂട്ടരും പോകുമല്ലോ, നമുക്ക് നോക്കാം. ശരി. തിരക്കഥാകൃത്ത് വിനു കിരിയത്താണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഒരുപാട് നന്ദി അവസരത്തിൽ പ്രതികരിച്ചതിന്.